ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിക്ക് ലോട്ടറി അടിക്കുകയാണല്ലേ. ലോട്ടറി അല്ല, മറ്റേ കൂപ്പണിൽ അടിക്കുകയാണല്ലേ. അതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞാറ്റിക്ക് അറിയാം, കുഞ്ഞാറ്റ ഭാനുമ്മൻ്റെ അടുത്തും സ്വപ്നൻ്റെ അടുത്തും നല്ല ഓരോന്ന് പറയണം കേട്ടോ. നിങ്ങളൊരു അമ്മയാണോ, എന്താണ് സ്വന്തം മകനെ സ്വന്തം ഭാര്യൻ്റെ ഒപ്പം താമസിക്കാൻ സമ്മതിക്കാതെ നിങ്ങളൊരു അമ്മയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എൻ്റെ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം ഞാനൊരു കോടീശ്വരിയാണ്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മകളുണ്ടല്ലോ, അവളെ എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങളൊന്ന് മഞ്ജുവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മകള് പറയണത് ഒരാൾ ഡ്രസ്സ്, കുറേ പേരുണ്ട്. ഒരാൾ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ, ഒരാൾ മൂവി കാണിച്ചു കൊടുക്കാൻ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മകള് കൊണ്ട് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാനുമമ്മിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല മാസുണ്ട് നമ്മുടെ കുഞ്ഞാറ്റ ഇറങ്ങി പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ആ അടിച്ച ആൾക്കാരനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എനിക്കാണ് ഒരു ഫസ്റ്റ് അടിച്ചത് കൊണ്ട് പറയും, നിങ്ങൾക്കൊന്നും അല്ല, നേരെ എടുത്ത് നോക്കുകൊണ്ട് പറയും, അല്ല എനിക്ക് തന്നെയാണ്, ഞാൻ കണ്ടതാണ്, ഒന്ന് നോക്കി നോക്കുകൊണ്ട് പറയണം. എന്നിട്ട് നോക്കുമ്പോൾ 1000 രൂപയുള്ള ആകെ അങ്ങോട്ട് ബോധം കെട്ട പോലെയൊക്കെ ആയിട്ട് ഒരേ കരച്ചിൽ. ഞാനും അവിടെ ഒരേ ഇതായിട്ട് വന്നതല്ലേ, ഇനി എങ്ങനെ അങ്ങോട്ട് കയറി പോകും പറഞ്ഞിട്ട് അതിൻ്റെ സങ്കടത്തിലും എല്ലാം കൂടെ ആള് ഇതായി. എന്നിട്ട് ഭാനുമ്മയെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് വീട്ടിലോട്ട് നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ. എന്നിട്ട് ആ ശരി, നീ നീ വന്നോ, ആ ബാഗ് എടുക്കുക വേണ്ടി പറയണം കേട്ടോ. ഓ ശരി ഭാനുമ്മേ, ഞാൻ പോയിക്കോളാം പറഞ്ഞിട്ട് വീട്ടിനുള്ളിൽ പോയി, എവിടേക്കാണ് നീ പോണത്, വെളിയിലേക്ക് ഇറങ്ങിപ്പോടി പറഞ്ഞിട്ട് ആട്ടി വിടണം കേട്ടോ. ഭാനുമ്മ എന്താ ഭാനുമ്മയെ പറഞ്ഞിട്ട് പറയണം. അതിന് നമ്മുടെ സ്വപ്ന അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സ്വപ്ന അത് തന്നെയാണ് പറയണത്, ഇറങ്ങി പോയിക്കോ പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ കൊണ്ട് നമ്മുടെ മഹിമ മുകുന്ദനെ കാണാണ്ട് ഇരുന്നിട്ട് കുറേ ആയില്ല. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ മുകുന്ദനാണെങ്കിൽ ആ ഒരു സ്നേഹത്തോടെയും സംസാരിക്കുന്നില്ല. അത് കേട്ട് നമ്മുടെ മഹിമയ്ക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. കാണാണ്ട് ഇന്നിപ്പോൾ വിളിച്ചതല്ലേ, അപ്പോൾ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ കട്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.